السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. عن عمران بن حصين رضي الله عنه قال: نهى رسول الله صلى الله عليه وسلم عن إجابة طعام الفاسقين. മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു അൻ ഇജാബത്തി ത്വആമിൽ ഫാസിഖീന, ഫാസിഖീങ്ങളായ ആളുകളുടെ ഭക്ഷണത്തിലേക്കുള്ള ക്ഷണത്തെ, ആ ക്ഷണത്തിന് ഉത്തരം ചെയ്യുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസിഖീങ്ങളായ ആളുകൾ സദ്യയൊരുക്കി അതിലേക്ക് ക്ഷണിച്ചാൽ ഇജാബത്ത് ചെയ്യരുത്. ഇജാബത്ത് ചെയ്യാതിരിക്കുകയാണ്, ആ ക്ഷണം സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുർനടപ്പുകാരായ തെമ്മാടികളായ ആളുകൾ അവരുടെ ക്ഷണം സ്വീകരിക്കേണ്ട. അതിൽ അന്നൽ ഖാൽ അൽ ഇജാബത്ത് ഇല അക്ലി ത്വആമിൽ ഫാസിഖീന, ഇല അക്ലി ത്വആമി, ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ഉത്തരം ചെയ്യാതിരിക്കുക. ആ ഉത്തരം ചെയ്യുന്നതിനെ തങ്ങൾ തടഞ്ഞു, നിരോധിച്ചു. ലിഅന്നൽ ഗാലിബ അദമു തജന്നുബിഹിം ലിൽ ഹറാമി, കാരണം എന്താണെന്ന്, അധികം എന്താണ്ടാകുക, അവര് ഹറാമിനെ സൂക്ഷ്മത പാലിക്കാത്തവരായിരിക്കും, ഹറാമ് കൈയൊഴിക്കാത്തവരായിരിക്കും. ബാലിശയായും മറ്റായും മറിച്ചായും ഒക്കെ നിഷിദ്ധമായ വഴികളിലൂടെയാണ് അവരുടെ ഏതാണ്ട് സമ്പാദനം ഉണ്ടാകുക, അധികരിച്ച്. അപ്പൊ പിന്നെ അവര് ഹറാം, മറ്റുള്ളവരെ പോലെ ഹറാമാകും, അത് പാടില്ല, അത് പലിശ മുതലാണ്, കാശ് കിട്ടണം എങ്ങനെയാലും വേണ്ടില്ല എന്ന ചിന്താഗതിക്കാരം ഏതാണ്ട് ആളുകൾക്കും ഉണ്ടാകുക. അതിന്റെ സമ്പാദന വഴി അത് വളരെ ശ്രദ്ധയോടെ അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലൂടെ മാത്രം സമ്പാദിക്കണം. ഒരു ഫിലിസ്തീൻ അവൻ പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ സമ്പാദിക്കരുത് എന്ന നിർബന്ധം എത്ര ആൾക്കുണ്ടാകുക. ഒരു മനുഷ്യന് ഇബാദത്തിന് താല്പര്യമില്ലാതിരിക്കുന്നതും അവന്റെ വയറ്റിൽ ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ്. ഹറാമ് തിന്ന് വളർന്ന തടി ഒരിക്കലും ഇബാദത്തിലേക്ക് വെക്കൂല, അത് അല്ലാഹുവിനെ ധിക്കരിക്കും. അത് അറിഞ്ഞോ അറിയാതെയോ ആ ധിക്കാരം കാട്ടിയിരിക്കും. ഇബാദത്തിന് താല്പര്യം ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലണം. അപ്പൊ ഹറാമാണോ ഹലാലാണോ എന്ന് തിട്ടമില്ലാത്ത സംശയാസ്പദമായ സംഗതികൾ പോലും കൈയൊഴിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കൂഫയിൽ ഒരാട് കളവ് പോയ ചരിത്രം ഇമാം ഇബ്നു ഹജർ തങ്ങളൊക്കെ എഴുതിയത് കാണാം. അബൂ ഹനീഫ തങ്ങളുടെ കാലത്ത് കൂഫയിൽ ഒരാട് കളവ് പോയി. ഒരാട് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി, ഏതോ ദുസ്കരൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. അതിനുശേഷം വർഷങ്ങളോളം അബൂ ഹനീഫ തങ്ങള് ആട് മാംസം കഴിക്കാറില്ലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം ഈ മോഷ്ടിച്ചവൻ ഈ ആട് കൊണ്ടുപോയി അത് പിന്നെ വിറ്റ് കശാപ്പ് ചെയ്ത് ഇറച്ചിയായിട്ട് വന്നാൽ അത് പ്രശ്നമാണോ? ശരിക്കും ഇപ്പൊ അത് കർമ്മശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതൊരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു ഈ ജീവികളുമായി ബന്ധമുള്ള ഒരാളോട് ഒരാട് എത്ര കാലം ജീവിച്ചിരിക്കും എന്നൊക്കെ ചോദിച്ച അത്രയും കാലം അദ്ദേഹം ആട് മാംസം കഴിച്ചിരുന്നില്ല എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അതൊരു സൂക്ഷ്മതയുടെ ഭാഗം പറഞ്ഞു. അപ്പൊ അതാണ് ഫാസിഖീങ്ങളായ ആളുകൾക്ക് അവര് ഹറാമിനെ ഒഴിവാക്കുന്ന പരിപാടി അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് കാശുണ്ടാക്കണം. കാശിനെ പൂജിക്കുന്ന ആളുകളാണ്. അപ്പോ വലാ യുനാഫിഹിൽ അംറു ബി ഇഹ്സാനിൽ ളന്നി ബിൽ മുസ്ലിം. അപ്പോ പറഞ്ഞിട്ടില്ലേ, നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത്, ഓരോ വിശ്വാസിയെ കുറിച്ചും നല്ല ഭാവന പുലർത്തണം എന്ന് പറഞ്ഞിട്ടില്ലേ? അതും ഇതും എതിരാണോ? വളാഹിറു ഹാലിഹി തജന്നുബുൽ ഹറാമി.
അവന്റെ ആ പ്രത്യക്ഷാവസ്ഥ ഹറാമ് കൈയൊഴിക്കും എന്നുള്ളതല്ലേ. ലിഅന്നൽ കലാമ ഫിൽ ഫസഖത്തിൽ മുഅ്ലിനീന ബിഫിസ്ഖിഹിം, അതാ പറയുന്നു. ആ ഇവിടെ ഈ ഫാസിഖീങ്ങൾ, തെമ്മാടികൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഈ ഫിസ്ക്, ഈ ദുർനടപ്പ് അത് പരസ്യപ്പെടുത്തുന്ന ആളുകളെ കുറിച്ചാണ്. അവര് രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരം ചെയ്യുന്നുണ്ടെന്നല്ല, അത് വലിയ സംഭവമാക്കിയിട്ട് പരസ്യമായിട്ടാണ് അവര് ചെയ്യുന്നത്. നാലാള് കാണെ ആണ് അവര് ചെയ്യുന്നത്. അപ്പൊ അവരെ വെടിയണം. ആ വെടിയുന്നത് എന്തിനാണെന്നറിയോ? അവരതിനെ തൊട്ട് മടങ്ങണം, അതിനു വേണ്ടിയിട്ടാണ്. അവര് അരുതായ്മയെ തൊട്ട് തിരിഞ്ഞു കളയണം. ഓ, അയാളൊന്നും ഇപ്പൊ ഇതിലേക്ക് ക്ഷണിച്ചാൽ വരുന്നില്ലല്ലോ പടച്ചോനെ, അയാൾ വരുന്നില്ലല്ലോ, എന്തേ ഞാനിങ്ങനെ മോശത്തരം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ചിന്തിച്ച് ഇവനും മടങ്ങണം. അതല്ലാതെ ഓല തോളി കൈയിട്ട് കിടന്നാൽ. അതുകൊണ്ടാണ് ഷറഈ ചില ആൾക്കാരോട് സലാം ചെല്ലുകയാണ്. എന്തുകൊണ്ടാ? അവര് എന്താണോ അവരിലുള്ള കുഴപ്പം അതിനെ തൊട്ട് അവരിങ്ങോട്ട് മാറി വരാൻ വേണ്ടിട്ട്. പിന്നെ അവരെ തോളി കൈയിട്ട് കിടന്നാൽ അതാണ്. അപ്പൊ അവരാ ചിന്തിക്കും, ശരിയാണ്, അവരൊക്കെ ഇപ്പൊ എന്നെ കൈയൊഴിക്കാൻ കാരണം എന്താ? ഈ ഫിസ്കി തമ്മടിത്തരം ഉണ്ടായതുകൊണ്ടല്ലേ, ഞാൻ ഒഴിവാക്കുക. അപ്പൊ അവര് ഒഴിവാക്കും. അതിനു വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. മനസ്സിലായോ? ومنه أخذ عدم لزوم إجابة وليمة العرس إذا كان هناك منكر. ഈ ഹദീസിൽ നിന്നാണ് നമ്മളിവിടെ വിവാഹ സൽക്കാരത്തിന് ക്ഷണിച്ചാല്, ഒരാള് വിവാഹ സൽക്കാരത്തിന് ക്ഷണിച്ചാൽ അതിന് ഉത്തരം ചെയ്യാൻ ഒരുപാട് ഉപാധികളുണ്ട്. പോയിക്കൊള്ളുന്നില്ല. ക്ഷണം സ്വീകരിക്കലും ബാധ്യതയെന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ ഒരു മുൻകർ ഉണ്ടെങ്കിൽ ഉത്തരം ചെയ്യൽ നിർബന്ധമല്ലാതാണ്. അവിടെ എന്തോ തിന്മ നടക്കുന്നുണ്ട്, പോകരുത്, പോകുന്നതിനെ തൊട്ട് തടയണം എന്നാണ്. മനസ്സിലായോ? അതൊക്കെ ഫിഖഹിന്റെ കിതാബിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 20ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. ആ 20 കാര്യങ്ങൾ ഒന്നാലേ അവിടേക്ക് എന്ത് ചെയ്യേണ്ടാവും, പോകേണ്ടതുള്ളൂ. അപ്പൊ അവിടെ കാണാം, അതിൽ പെട്ടതാണ് ഈ ജീവികളുടെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുക. അത് ഒരു വീട്ടിലുണ്ടാക്കാൻ അങ്ങോട്ട് പോകണ്ട, ആ സദസ്സിലേക്ക് പോകണ്ട എന്നൊക്കെ. കാരണം ജീവികളുടെ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് കെബീറത്താണ്, വൻകുറ്റമാണ്, വൻകുറ്റം, മഹാപാപമാണ്. അതൊക്കെ ചുരുക്കി പറഞ്ഞതാണ്. അതിൽ സംശയമുള്ളവർ ചോദിക്കണം. അങ്ങനെ ഒറ്റയടിക്ക് മനസ്സിലാക്കി പോകരുത്, വേറെ എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ മനസ്സിലാക്കി ആ രീതിയിൽ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.